പോലീസിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു SI ഇവിടെ വന്നിട്ടുണ്ട്. ഈ കടിച്ച പേപ്പട്ടിയുടെ പോലും വകതിരിവില്ലാത്ത ഒരു നാറിയായി ആ SI ഞാൻ കാണുകയാണ്. ഈ നാട്ടിലുള്ള തെരുവിലുള്ള പട്ടികളെ പിടിച്ചോണ്ട് പോയി കുരിയോട്ടുമല അതിന് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് നാളെ ഞങ്ങള് ഇതിനകത്ത് പട്ടിയെ കൊണ്ട് കെട്ടും. ഇവിടെ പോലീസുകാരനെ 2 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പട്ടികളെ ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മദ്രസകളിൽ പിള്ളേർ പോകാൻ വയ്യ, അമ്പലങ്ങളിൽ പോകാൻ വയ്യ, ഇവിടെ വെളിയിലിറങ്ങാൻ വയ്യ. ഈ നാട്ടിലുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ വയ്യ. പട്ടി കൊണ്ട് പിന്നെ എവിടെ പോകാനാ? ഫ്രണ്ട് കയറാനുള്ള അവസരം പഞ്ചായത്ത് മെമ്പർമാരാ ആവശ്യമുള്ള പണി ചെയ്യരുത് സാർ. ആവശ്യമുള്ള പണി ചെയ്യരുത്. ഞങ്ങൾ സാർ മാറി ഫ്രണ്ട് സമാധാനം ഞങ്ങൾക്ക് നാളെ ഞങ്ങള് ഇതിനകത്ത് പട്ടിയെ കൊണ്ട് കെട്ടും. ഇവിടെ പോലീസുകാരനെ ആരും ഞങ്ങത്തില്ല. കോൺഗ്രസ് പാർട്ടി എന്നെ പിടിക്കാൻ ആര് വെച്ചിട്ടാ കോൺഗ്രസ് പാർട്ടി സെക്രട്ടറി നീതി പാലിക്കുക. തമാശ കാണിക്കുക. പോലീസ് ഭരണവും ഇവിടെ പോലീസ് കംപ്ലൈന്റ് അതുകൊണ്ടേ ഉണ്ട്. അത് നീ ശമ്പളം വാങ്ങിച്ചോ? ഈ പട്ടിയോട് ചത്തുപോയ സമാനം പറയോ? ഇയാൾ സമാനം പറയോ? പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കാത്ത പ്രതിഷേധിച്ച പട്ടിയെ പിടിക്കൂ. പഞ്ചായത്താകെ പട്ടികളാണ്. സ്കൂളിൽ പോകാൻ മദ്രസകളിൽ പിള്ളേർക്ക് പോകാൻ വയ്യ, അമ്പലങ്ങളിൽ പോകാൻ വയ്യ, ഇവിടെ വെളിയിലിറങ്ങാൻ വയ്യ. ഈ നാട്ടിലുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ വയ്യ. ഇതൊരു പട്ടികളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്. 2 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പട്ടികളെ ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ 2 വർഷമായിട്ട് എന്താണ് നടപ്പിലാക്കാത്തത്? 2 വർഷമായിട്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും 50-55 വർഷക്കാലമായി ഈ പത്തനാപുരം പ്രദേശം മുഴുവനും LDF നേതൃത്വം കൊടുക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം എന്ന് പറഞ്ഞാൽ 2023 പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതാ. അത് ABC പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള തെരുവിലുള്ള പട്ടികളെ പിടിച്ചോണ്ട് പോയി കുരിയോട്ടുമല അതിന് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനെ വന്ധീകരിപ്പിച്ചിട്ട് അവിടെ അതിന് ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി രൂപീകരിച്ച് 2 കോടി രൂപയാണ് ചെലവാക്കിയത്. 2 കോടി രൂപ കേസൊക്കെ എടുത്തോട്ടെ സാറേ. ഇവിടെ പട്ടി പിള്ളേരെ പട്ടി അടിച്ചാവുന്നല്ലോ. പിള്ളേരെ പട്ടി അടിച്ചാവുന്നല്ലോ.
ഉണ്ടാക്കിയത്. ഞങ്ങളുടെ കോമ്പൗണ്ടിരിക്കുവാ. പഞ്ചായത്ത് പട്ടിയെ സെക്രട്ടറി പട്ടിയോടെ സാറ് നില്ല സമാനപ്പെടാ. പ്രതിഷേധമായിരുന്നു. സെക്രട്ടറി ഇതിനൊരു പരിഹാരം ഉണ്ടോ? സെക്രട്ടറി തെരുവുനായ മൂലം ഞങ്ങൾ ചോദിക്കട്ടെ ആര് വിളിക്കും? ഒരാൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറാനുള്ള ഒരു മിനിറ്റ് പറയട്ടെ. സെക്രട്ടേറിയറ്റ് വളക്കലേ 24 മണിക്കൂർ CPM സമരം ചെയ്തു. പോലീസ് എവിടെ പോയിരുന്നു? പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റൊക്കെ ചെയ്തോ? പ്രശ്നമില്ല. പ്രതിഷേധം നടത്തിക്കോ? പ്രശ്നമില്ല. ഓഫീസിനകത്ത് കയറിയിട്ടില്ല. പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിലാണ് സമരം ചെയ്യുന്നത്. പ്രശ്നം ഉണ്ടാക്കിയത്. പഞ്ചായത്ത് ഓഫീസിലേക്ക് അകത്ത് കടക്കാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. സമരം നിയമസഭ ഹാളിനകത്തെ മുണ്ട് കുത്തി ഒരു കാര്യം സിന്ദാബാദ് സിന്ദാബാദ്. നാട്ടിലാകെ പട്ടികളാണ്. എവിടെ എവിടെ സെക്രട്ടറി? പറയൂ പഞ്ചായത്തെ. സുഹൃത്തുക്കളെ, പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെ കഴിഞ്ഞ ഒരു മാസക്കാലമായി പേപ്പട്ടി കടിച്ച് 17 ആളുകളാണ്, കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. അതിലൊരാൾ നമ്മുടെ പത്തനാപുരം സ്വദേശിയായ ലിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോളാണ്. ആ പൊന്നുമോളുടെ അമ്മയുടെ കരച്ചിൽ, ആ വിലാപം, ആ നാടിന്റെ കരച്ചിലിന്റെ വിലാപം നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ നിൽക്കുന്ന പോലീസിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന SI ഇവിടെ വന്നിട്ടുണ്ട്. ഈ കടിച്ച പേപ്പട്ടിയുടെ പോലും വകതിരിവില്ലാത്ത ഒരു നാറിയായി ആ SI ഞാൻ കാണുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ, നടന്നു പോകാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മദ്രസയിലോ അമ്പലത്തിലോ പൊതുസ്ഥലത്തോ പോകാൻ കഴിയുന്നുണ്ടോ? കളിസ്ഥലത്തിരിക്കാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പത്തനാപുരത്തിന്റെ ഹൃദയഭാഗത്ത് 17 പേരെയാണ് പട്ടി കടിച്ചത്. 17 പേരെ പേപ്പട്ടി കടിച്ചു. എന്താണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചത്? നമ്മൾ ആളുകൾ വിചാരിക്കും പട്ടിയെ പിടിക്കാനുള്ള നിയമമില്ലെന്ന്. പട്ടിയെ കൊന്നു കളയാനാണ് നിയമമില്ലാത്തത്. പട്ടിയെ വന്ധീകരിക്കാനും പട്ടിയെ റീഷെൽട്ടർ ചെയ്യാനും പദ്ധതിയുണ്ട്. 2023 കൊല്ലം ജില്ലാ പഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 2 കോടി രൂപ ചെലവഴിച്ച് കുരിയോട്ടുമലയിൽ ഒരു റിലീഫ് ഷെൽട്ടർ, അതായത് ഈ തെരുവ് നായ്കളെ പിടിച്ചുകൊണ്ടുപോയി ഈ കുരിയോട്ടുമലയിൽ വിടുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുകയും അതിന് വാക്സിൻ കൊടുക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ്. ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ്. 2 വർഷക്കാലമായി ഈ പത്തനാപുരത്ത് നടന്ന ദിയാമോളുടെ അടക്കമുള്ള കൊലപാതകം പട്ടിയടിച്ചുള്ള മരണമായി മാത്രം കാണാൻ പറ്റത്തില്ല. അധികാരികളായിട്ടുള്ള CPM ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന 55 വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേപ്പട്ടിയിൽ നിന്നും ആളുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത യുവമാർ എന്ത് ജനപ്രതിനിധികളാണ്? യുവമാർ എന്ത് രാഷ്ട്രീയ ബോധമുള്ള, എന്ത് പൊതുബോധമുള്ള, എന്ത് സംഘടനയാണ് യുവമാർ? ആരാണ് യുവമാർക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഈ പാവപ്പെട്ട ആളുകൾ പട്ടി കടിച്ച് ഭരിക്കട്ടെ എന്ന് പറയുന്നു. ഇവിടെ സന്തോഷം എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, പിന്നെ അക്ഷയ് എന്ന് പറയുന്ന പോലീസുകാരൻ, 2 പേരും CPM-കാരാണ്. പുറം കാണിച്ചിട്ട് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂടുതൽ ആളുകൾ വോട്ട് വാങ്ങി വിജയിച്ചുകൊണ്ടവരാണ്. ടൗൺ വാർഡ് മെമ്പർ, ടൗണിൽ മുഴുവൻ പട്ടികളാണ്. നിവാസി മെമ്പർ, നെറുമ്പറമ്പ് വാർഡുകളിൽ പട്ടികളാണ്. കുണ്ടയം വാർഡിലെ ആളുകൾ, അമ്മമാർ രാവിലെ കുഞ്ഞുങ്ങളുമായി റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്കൂൾ വാനുകൾ വരുന്ന സമയത്ത് വൈകുന്നേരം കുട്ടികളെ വാനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുവാനൊക്കെ അവർ ഒരു ജോലിക്ക് പോകാതെ കാത്തു നിൽക്കുകയാണ്. എന്തുമാത്രം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് ഈ നിൽക്കുന്ന ചില നാറികളായ പോലീസുകാർക്ക് അറിയത്തില്ലായിരിക്കും.
ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഞങ്ങൾ സമരം ചെയ്തത്.